പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ പാരലൽ ലൈൻസ് സമാന്തര വരകൾ എന്ന ചാപ്റ്ററിലെ അവസാന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി മാഷ് വേഗത്തിൽ പറയാം. ആദ്യമായി നമ്മൾ എന്താണ് പഠിച്ചത്? മൂന്നോ അതിലധികമോ സമാന്തര വരകൾ. ഈ മൂന്ന് വരകളും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ആ മൂന്നോ അതിലധികമോ സമാന്തര വരകൾ ഏത് രണ്ടു വരകളെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും. 3 or more parallel lines divide any two lines in the same ratio. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു വര വരച്ചു, ഇവിടെ വേറൊരു വര വരച്ചു. അപ്പൊ ഈ വര രണ്ട് കഷ്ണമായി AB BC, ഇവിടെ DE EF. അവ തമ്മിലുള്ള റേഷ്യോ സെയിം ആണ് പറഞ്ഞാൽ നമ്മൾ പറയുന്നു AB by BC equal to DE by EF. AB by BC നെ നമുക്ക് വേണമെങ്കിൽ AB is to BC സമം DE is to EF എന്ന് പറയാം. അടുത്തായിട്ട് നമ്മൾ എന്താ പഠിച്ച? ഇതന്നെ വേറൊരു രീതിയിൽ ഇവിടെ പഠിച്ചു. മൂന്നോ അതിലധികമോ സമാന്തര വരകൾ ഒരു വരയെ തുല്യമായി ഭാഗിക്കുന്നുവെങ്കിൽ അതേത് വരയെയും ഒരേപോലെ തുല്യമായി ഭാഗിക്കും. അപ്പൊ ഇവിടെ മൂന്ന് വരകൾ പാരലലാണ്, ഒരേ വിഡ്താണ്, ഇതേ നീളം തന്നെയാണ്, ഇതേ നീളം. ഒരു വര ഞാൻ നേരെ വരച്ചു എന്ന് പറഞ്ഞാൽ PQ ന്റെ നീളവും QR ന്റെ നീളവും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയുന്നു? ഇതിന്റെ ഇടയിൽ ഏത് വര വരച്ചാലും അതിനെയും തുല്യമായി ഭാഗിക്കും എന്ന് പറഞ്ഞാൽ XY ന്റെ നീളവും YZ ന്റെ നീളവും തുല്യമാണ്. അപ്പൊ if 3 or more parallel line divides any line in equal parts, then it divides any other line in its equal parts. ഇതാണ് ആദ്യമായി നമ്മൾ പഠിച്ചത്. അടുത്തായി നമ്മൾ പഠിച്ചത് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന ഭാഗമാണ്. അതിൽ എന്താണ് പറഞ്ഞത്? ഒരു ത്രികോണം വരയ്ക്കുന്നു, അതിൽ ഏതെങ്കിലും ഒരു വശത്തിനെ പാരലലായിട്ട് സമാന്തരമായിട്ട് വേറൊരു വര വരച്ചു. അപ്പൊ ത്രികോണത്തിന്റെ മറ്റു രണ്ടു വശങ്ങളിൽ അത് ചെന്ന് മുട്ടി, Pയിലും Qയിലും ചെന്ന് മുട്ടി. ഇപ്പൊ ത്രികോണത്തിന്റെ ഈ വശം രണ്ട് കഷ്ണമായി, AP എന്നും PB എന്നും, മറുവശം AQ എന്നും QC എന്നും ഭാഗിച്ചു. അപ്പൊ എന്താണ് തിയറം പറയുന്നത്? If we draw a line parallel to any of the side of a triangle, then that line divides the other two sides in the same ratio. ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും. അപ്പൊ എവിടെയാണോ പാരലൽ വരച്ച അതിന്റെ ഓപ്പോസിറ്റ് മൂലയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? AP by PB equal to AQ by QC എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ആശയം പറയാത്തതാണ്, നമ്മൾ ഇതുവരെ ചെയ്യാത്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ത്രികോണം നേരത്തെ പോലെ ഒരു വശത്തിന് പാരലലായിട്ട് വരച്ചാൽ നമ്മൾ പറഞ്ഞു എന്താണ് പറയാൻ പറ്റുക? AP by PB equal to AQ by QC എന്ന് പറയാൻ പറ്റും. വേറൊരു കാര്യം കൂടി നമ്മൾക്ക് ഇവിടെ പറയാം. ചെറിയ വശം, ഇവിടെ രണ്ട് ത്രികോണങ്ങളുണ്ട് നമുക്ക് അല്ലെ. മുകളിൽ ഒരു ചെറിയ ത്രികോണം, പിന്നെ വലിയ ത്രികോണം ABC എന്ന് പറയുന്ന വലിയ ത്രികോണം. അപ്പോൾ ചെറിയ വശം AP by ചെറിയ വശം AP by വലിയ വശം A തൊട്ട് B വരെ AB equal to ഇവിടുത്തെ ചെറിയ വശം AQ by വലിയ വശം AC എന്ന് തെളിയിക്കുക. അതെങ്ങനെയാണ് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ we want to prove that here BC and PQ are parallel. So prove that AP by AB is equal to AQ by AC എന്ന് തെളിയിക്കണം. ഒരു വശത്തിന് സമാന്തരമായി വരച്ചാൽ ആദ്യം പഠിച്ചത് എന്താ? ഈ കഷണം by ഈ കഷണം AP by PB equal to AQ by QC എന്നാണ് നമ്മൾ മുൻപ് പഠിച്ചത്. ഇപ്പോൾ എന്തെന്ന് തെളിയിക്കാൻ പറയുന്നു? AP by AB സമം AQ by AC എന്ന് തെളിയിക്കണം. നേരത്തെ പോലെ വെരി ഈസി ആണ്. അപ്പൊ നമ്മൾ പഠിച്ച ആശയം വെച്ചിട്ട് നമുക്ക് അറിയാവുന്നത് എന്താണ്? AP by PB equal to AQ by QC എന്ന് പറയാൻ പറ്റും. ഇതിനെ നമ്മൾ തിരിച്ചിടാണ്, ഇതിന്റെ ഇൻവേഴ്സ് എഴുതാണ്. അപ്പൊ AP by PB എന്നുള്ളത് എന്തായി മാറും? PB by AP എന്നായിട്ട് മാറും. അപ്പൊ ഇവിടെയോ AQ by QC എന്നുള്ളത്
AC by AQ എന്നായിട്ട് മാറും. Therefore PB by AP equal to QC by AQ. നമ്മൾ എന്ത് ചെയ്യണം? ഇരുവശത്തും ഇപ്പോൾ ഇതും ഇതും ഈക്വൽ ആണ് അല്ലെ? ഇവിടെയും ഒന്ന് ആഡ് ചെയ്തു, ഇവിടെയും ഒന്ന് ആഡ് ചെയ്തു. അപ്പൊ രണ്ടു വശത്തും ആഡ് ചെയ്തത് ഒരേ സംഖ്യ ആയതുകൊണ്ട് അപ്പോഴും രണ്ടും ഈക്വൽ എന്നുള്ള ചിഹ്നം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ 1 ആഡ് ചെയ്യുന്നു. PB by AP plus 1 equal to QC by AQ plus 1. ഇതിനെ എങ്ങനെ എഴുതാം? PB by AP plus 1 നെ എങ്ങനെ എഴുതാം നമുക്ക്? PB plus 1 into AP, AP by AP equal to, അപ്പോൾ ഇവിടെ ഇതേപോലെ ഇവിടെ എഴുതിയാൽ എന്ത് വരും? അതെ, QC plus AQ divided by AQ. What is PB plus AP? PB plus AP. PB യും AP യും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? AB കിട്ടും അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് AB by AP equal to QC യും AQ യും ആഡ് ചെയ്താൽ AC കിട്ടും. AC by AQ. അപ്പോൾ ഇതിനെ തിരിച്ചിട്ടാൽ എന്ത് കിട്ടും നമുക്ക്? ഇതിനെ തിരിച്ചിട്ടാൽ AP by AB equal to AQ by AC എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുക. അപ്പോ ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന് പാരലൽ ആയിട്ട് ഒരു വര വരച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം AP by PB equal to AQ by QC. അടുത്തത് എന്താ പറയാൻ പറ്റുക? ചെറിയ വശം AP by വലിയ വശം AB equal to AQ by AC എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അടുത്തത് നമ്മൾ പഠിച്ചത് ഒരു ട്രയാങ്കിൾ വരച്ചു. അതിന്റെ AB എന്ന വശത്തിന്റെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ് P. ആ Pയിലൂടെ BCക്ക് പാരലൽ ആയിട്ട് ഒരു വര PQ വരച്ചു. അങ്ങനെയാണെങ്കിൽ ആ വര ACയിൽ ചെന്ന് മുട്ടുന്ന പോയിന്റ് Q ആണ്. ആ Qന് ഒരു പ്രത്യേകതയുണ്ട്. Qവും ACയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ABയുടെ മിഡ് പോയിന്റ് ആണ് P. ആ Pയിലൂടെ ഒരു വര BCക്ക് പാരലൽ വരച്ചാൽ ആ വര ഓപ്പോസിറ്റ് ചെന്ന് മുട്ടുന്ന പോയിന്റും മിഡ് പോയിന്റ് ആയിരിക്കും. If we draw a line parallel to any one of the side through the midpoint of the other side, then that line bisects the third side. മൂന്നാമത്തെ വശത്തിനെ ബൈസെക്ട് ചെയ്യും. രണ്ട് ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് AP equal to PB ആണെങ്കിൽ AP equal to PB ആണെങ്കിൽ AQ equal to QC ആയിരിക്കും. AQന്റെ നീളവും QCയുടെ നീളവും തുല്യമായിരിക്കും. ഈ നീളം AP യും AQ യും തുല്യമാകണം നിർബന്ധമില്ല. ഇത് 10ഉം ഇത് 10ഉമാണ്. ഇതളന്നപ്പോൾ ഇത് 12ഉം ഇത് 12ഉം എന്ന് കിട്ടി. അപ്പോൾ ഒരു വശത്തിന് മിഡ് പോയിന്റിലൂടെ വരയ്ക്കുന്ന വര മറ്റേ വശത്തിന്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകുക. ഇതേ ആശയം തന്നെ വീണ്ടും നമ്മൾ പറയണം. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് if P and Q are midpoint, P യും Q യും മിഡ് പോയിന്റ് ആണ്. P, Q are midpoints. അത് മിഡ് പോയിന്റ് ആണ്. അത് മിഡ് പോയിന്റ് ആണെങ്കിൽ P യും Q യും മിഡ് പോയിന്റ് ആണെങ്കിലുള്ള പ്രത്യേകത, ആ മിഡ് പോയിന്റുകൾ കൂട്ടി യോജിപ്പിക്കുന്ന വരയുടെ പ്രത്യേകത മൂന്നാമത്തെ വശത്തിന് പാരലൽ ആണ്. മൂന്നാമത്തെ വശത്തിന്റെ പകുതിയാണ്. അതായത് ഈ നീളം 20 ആണെങ്കിൽ ഈ നീളം 10 ആണ്. ഇത് രണ്ടും പാരലൽ ആണെന്നെങ്ങനെയാണ് നമ്മൾ തെളിയിക്കുക? ഇവിടെ ഉണ്ടാകുന്ന ഇതിന്റെ മുകളിൽ, ഈ വരയുടെ മുകളിലും ഈ വരയുടെ മുകളിലും സമസ്ഥാനീയ കോണുകൾ എന്ന് പറയും. ഈ രണ്ട് കോണുകൾ തുല്യമാണ്. ഇവിടുത്തെ സമസ്ഥാനീയ കോണാണ് ഈ കോണും ഈ കോണും. അപ്പൊ രണ്ട് വര പാരലൽ ആണെന്ന് തെളിയിക്കാൻ സമസ്ഥാനീയ കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ് തെളിയിച്ചാൽ മതി. അപ്പൊ ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു ആശയം. അടുത്ത ആശയം എന്താണ് പറഞ്ഞത്? ഒരു ട്രയാങ്കിൾ വരച്ചു. ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിൽ നിന്നും പെർപെൻഡിക്കുലർ വരച്ചു. ഇത് 90 ഡിഗ്രിയാണ്, ഇങ്ങോട്ട് 90 ഡിഗ്രിയാണ്, ഇങ്ങോട്ട് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിൽ നിന്നും എതിർവശത്തേക്ക് ലംബങ്ങൾ വരച്ചു. 90 ഡിഗ്രിയിൽ വരകൾ വരച്ചു.
ഇവിടെ കൂട്ടിമുട്ടുന്നത് 90 ഡിഗ്രിയിലാണ്. അങ്ങനെയായാൽ എന്ത് പ്രത്യേകതയാണ് കാണുന്നത്? ഈ 3 ലംബ വരകളും ഒരൊറ്റ പോയിന്റിൽ കൂട്ടിമുട്ടും. ഇതാണ് നമ്മൾ പഠിച്ച ഒരു ആശയം. അടുത്ത ആശയം എന്തായിരുന്നു? ഒരു നേരത്തെ ഏകദേശം അതുപോലെ ഒരു ട്രയാങ്കിൾ വരച്ചു. നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആണ് വരച്ചത് 90 ഡിഗ്രി. ഇപ്പൊ 90 ഡിഗ്രി അല്ല, പക്ഷെ വരച്ചിരിക്കുന്നത് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ഈ വശങ്ങളിലൊക്കെ മധ്യബിന്ദുക്കളാണ്, മിഡ് പോയിന്റ്സ് ആണ്. അപ്പൊ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലോട്ട് വരയ്ക്കുന്ന ഈ വരയിനെ പറയുന്ന പേരാണ് ഇതിന്റെ മീഡിയൻ ലൈൻ എന്ന് പറയാം. അങ്ങനെ വരയ്ക്കുന്ന ലൈനുകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രോയിഡ് ഓഫ് ദ സർക്കിൾ. സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ സെൻട്രോയിഡ് എന്നാണ് പറയുക. അപ്പോ ഒരു മൂലയിൽ നിന്ന് ഇങ്ങോട്ട് മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന വരനെ മീഡിയൻ എന്ന് പറയുന്നു. ഈ 3 മീഡിയൻസും ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് സെൻട്രോയിഡ്. എന്താണ് ഇവിടെ കാണുന്ന പ്രത്യേകത? ഒരു മൂലയിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള നീളം 20 ആണെങ്കിൽ ആ സെൻട്രോയിഡ് തൊട്ട് മിഡ് പോയിന്റ് വരെയുള്ള ഈ നീളം 10 ആയിരിക്കും. 2:1. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാണോ നീളം, അതിന്റെ പകുതിയായിരിക്കും ഈ നീളം. മൂലയിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള നീളത്തിന്റെ പകുതിയായിരിക്കും സെൻട്രോയിഡ് തൊട്ട് മിഡ് പോയിന്റ് വരെയുള്ള നീളം. ഇത്രയും ആശയങ്ങളാണ് നിങ്ങൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമുക്കുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അടുത്ത പ്രോബ്ലത്തിലോട്ട് നമുക്ക് കിടക്കാം. അടുത്ത പേജ് 94-ലെ 3-ാമത്തെ പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 94, പ്രോബ്ലം നമ്പർ 3 നോക്കാം. അവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ABCD എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമാണ്. എന്താ പാരലോഗ്രത്തിന്റെ പ്രത്യേകത എന്നറിയാം? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. അതായത് AB ഈക്വൽ ടു CD ആണ് ആൻഡ് AB പാരലൽ ടു CD. ഈ സൈഡും ഈ സൈഡ് ഈക്വൽ ആണ്, അത് രണ്ടും പാരലൽ ആണ്. അതാണ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ. ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായ ചതുർഭുജത്തെ പറയുന്ന പേരാണ് പാരലോഗ്രാം, സാമാന്തരികം. അപ്പൊ ABCD സാമാന്തരികമാണ്. എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? BCക്ക് പാരലൽ ആയിട്ട് PQ എന്ന് പറയുന്ന ഒരു വര വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൈഡിന് പാരലൽ ആണ് PQ. Qയിൽ കൂടെ ഇങ്ങോട്ട് വരച്ചിട്ടുള്ള വര ABക്ക് പാരലൽ ആണ് RQ. ABക്ക് പാരലൽ ആണ് RQ. എന്താണ് തെളിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? AP ഡിവൈഡഡ് ബൈ PB, AP ബൈ PB ഈക്വൽ ടു AR ബൈ RD, AR ബൈ RD എന്ന് തെളിയിക്കണം. ഒന്ന് നോക്കിയേ. ആദ്യം വലിയ ചിത്രമായിട്ട് കാണുമ്പോൾ നമുക്ക് പ്രശ്നം പോലെ തോന്നും അല്ലേ? 2 പാർട്ടായിട്ട് എടുക്കാം. നമ്മൾ ഇതിന് താഴെ ഒരു ത്രികോണം നോക്കാം. ഏതാണ് ത്രികോണം? ABC എന്ന് പറയുന്ന ത്രികോണം പരിഗണിക്കുക. അപ്പൊ കൺസിഡർ ട്രയാങ്കിൾ. വിച്ച് ട്രയാങ്കിൾ? ABC. ABCയുടെ പ്രത്യേകത എന്താണ്? PQ പാരലൽ ടു BC അല്ലേ? അപ്പം കൺസിഡർ ട്രയാങ്കിൾ ABC. ഇൻ ട്രയാങ്കിൾ ABC PQ ഈസ് പാരലൽ ടു BC. ത്രികോണത്തിന്റെ ഒരു വശത്തിന് പാരലൽ ആയിട്ട് ഒരു വര വരച്ചാൽ നമ്മൾ ഇപ്പൊ എന്തെന്നാ പഠിച്ചേ? ഈ പാരലലിന്റെ ഓപ്പോസിറ്റ് മൂലയിൽ നിന്ന് വെർട്ടിസ് നിന്ന് തുടങ്ങിയാൽ നമുക്ക് പറയാൻ പറ്റും AP by PB equal to AQ by QC. So AP by PB equal to AQ by QC. Mark it as equation number 1. അതിന് equation number 1 എന്ന് കൊടുത്തു. ഇതേപോലെ ഈ വരയുടെ മുകളിലുള്ള ട്രയാങ്കിൾ നോക്കി. ഏതാ ട്രയാങ്കിൾ? ACD അല്ലെ? ട്രയാങ്കിൾ ACD വലിയ ട്രയാങ്കിൾ. അപ്പൊ ഈ ട്രയാങ്കിൾ ACDയിൽ ആരൊക്കെയാണ് പാരലൽ? ഈ വശവും ഈ വശവും പാരലലാണ്. ഈ വര ഇതിന് പാരലലാന്ന് പറഞ്ഞ. അപ്പൊ ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഈ വര ഇതിന് പാരലൽ ആണെങ്കിൽ ഈ വര ഇതിനും പാരലലാണ്. അപ്പൊ RQ എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും പാരലലാണ്. ട്രയാങ്കിൾ ACD RQ പാരലൽ സമാന്തരമാണ്. ആർക്ക് സമാന്തരമാണ്? DCക്ക് സമാന്തരമാണ്. അപ്പൊ ഒരു ത്രികോണത്തിൽ ഒരു വശത്തിന് സമാന്തരമായിട്ട് ഒരു വര വരച്ച അതിന്റെ എതിർമൂലയിൽ നിന്ന് പറയണം. എന്താണ് നമുക്ക് പറയാൻ പറ്റുക? AQ by QC equal to AR by RD എന്ന് പറയാൻ പറ്റും. അപ്പൊ AQ
by QC equal to AR by RD. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയെന്ന് AP by PB എന്ന് പറയുന്നത് AQ by QC ക്ക് തുല്യമാണ്. ആ AQ by QC എന്ന് പറയുന്നത് AR by RD ക്ക് തുല്യമാണ്. അപ്പൊ ഈ ഒന്നും രണ്ടും ഒരുമിച്ച് എഴുതിയാൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? AP by PB equal to AR by RD എന്ന് എഴുതാൻ പറ്റും. ഇക്വേഷൻ 1 ഉം 2 ഉം. അപ്പൊ നോക്കാം, ഇക്വേഷൻ 1 ല് AP by PB എന്ന് പറയുന്നത് AQ by QC ക്ക് തുല്യമാണ്. രണ്ടാമത് എന്താ എഴുതിയേ? AQ by QC എന്ന് പറയുന്നത് AR by RD ക്ക് തുല്യമാണ്. ഈ രണ്ട് ഇക്വേഷനും യോജിച്ച് എഴുതിയാൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? AP by PB equal to AR by RD. അതല്ലേ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? താഴത്തെ ത്രികോണം എടുത്തു. In triangle ABC PQ parallel BC, therefore AP by PB equal to AQ by QC. മുകളിലത്തെ ട്രയാങ്കിൾ ഇതുപോലെ എടുത്തു. In triangle ACD RQ parallel DC, therefore AQ by QC equal to AR by RD. ആ രണ്ട് ഇക്വേഷനും കമ്പൈൻ ചെയ്താൽ നമുക്ക് AP by PB equal to AR by RD എന്ന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് പേജ് 94 നാലാമത്തെ ചോദ്യം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 94 94 ഫോർത്ത് പ്രോബ്ലം. എന്താണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്? ദ ഗിവൺ പിക്ചർ, അവർ പേരൊന്നും തന്നിട്ടില്ല, ഒരു ചിത്രം മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ എളുപ്പത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പാരലോഗത്തിന് ഞാൻ ABCD എന്ന് പേര് കൊടുത്തു. ഇനി അവരെന്താണ് ചെയ്തിട്ടുള്ളത്? AB-യുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ് R. അതുപോലെ DC-യുടെ മിഡ് പോയിന്റ് ആണ് S. ഒരു പാരലോഗ്രത്തിന്റെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലോട്ട് DR എന്ന് പറയുന്ന വര വരച്ചു. ഇതുപോലെ B എന്ന മൂലയിൽ നിന്ന് DC-യുടെ മധ്യബിന്ദുവായ S-ലോട്ട് ഒരു വര വരച്ചു. അപ്പോൾ എന്തുണ്ടായി? AC എന്ന് പറയുന്ന ഡയഗണൽ വികർണം, AC എന്ന് പറയുന്ന വികർണം 3 ഭാഗങ്ങളായിട്ട് മാറി. AP എന്നും PQ എന്നും QC എന്നും ആയിട്ട് മാറി. അവരെന്താണ് പറയുന്നത്? ഈ രണ്ട് വരകള് ഈ ഡയഗണലിനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും എന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ട കാര്യം എന്താണ്? AP equal to PQ equal to QC എന്ന് തെളിയിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ തെളിയിക്കാൻ ഈ പാഠത്തിലെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് എന്നുള്ള ആശയം വേണം. എന്താണ് പാരലൽ ലൈൻസ്? ട്രയാങ്കിൾ ഡിവിഷനിൽ ത്രികോണം ഉണ്ട്, ഒരു വശത്തിന് പാരലൽ ആയിട്ടാണ് വേറെ. അപ്പൊ ഞാൻ ആദ്യം ട്രയാങ്കിൾ ABQ ഈ ഒരു ട്രയാങ്കിൾ പരിഗണിക്കാം. അപ്പോൾ ഈ വരയും പാരലൽ ആണെന്ന് നമുക്ക് ആദ്യം തെളിയിക്കണം. അതെങ്ങനെയാ തെളിയിക്കുക? പാരലോഗ്രത്തിന്റെ പ്രത്യേകത അറിയാം, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. അതായത് AB equal to DC. R എന്താണ്? മിഡ് പോയിന്റ് ആണ്, അല്ലെ? R മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? R മിഡ് പോയിന്റ് ആണ്. R മിഡ് പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? AR equal to RB. അതുപോലെ DS equal to SC. DS equal to SC. ഇത് 20 ആണെങ്കിൽ ഇതും 20. അപ്പൊ ഇത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ഈ നീളം, ഒരു എക്സാമ്പിൾ മാഷ് പറഞ്ഞു, ഇത് X ആണെങ്കിൽ ഈ നീളവും X ആണ്. അത് മാത്രമല്ല, ഇത് പാരലോഗ്രാം ആണെങ്കിൽ ഈ സൈഡും ഈ മൊത്തം സൈഡും പാരലൽ ആണെങ്കിൽ ഈ സൈഡും പാരലൽ ആണ്. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടി, ഓപ്പോസിറ്റ് സൈഡ് പാരലൽ കിട്ടി എന്ന് പറഞ്ഞാൽ RBSD എന്ന് പറയുന്നത് പാരലോഗ്രാം ആണ്, അല്ലെ? അതായത് DR-ഉം SB-യും എന്ന് പറയുന്ന വര പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ PR എന്ന് പറയുന്നവരെയും QB എന്ന് പറയുന്നവരെയും പാരലൽ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ട്രയാങ്കിൾ എടുത്തു, ട്രയാങ്കിൾ ABQ. ഈ ട്രയാങ്കിൾ എടുക്കാം. അപ്പൊ ട്രയാങ്കിൾ
എ ബി ക്യൂ എടുത്തു. എന്താണ് എ ബി ക്യൂവിന്റെ പ്രത്യേകത? പി ആർ പാരലൽ ബി ക്യൂ. പി ആറും ബി ക്യൂവും പാരലലാണ്. ആർ എന്താണ്? മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഒരു വശത്തിന് പാരലലും ഒരു വശത്തിന്റെ മധ്യബിന്ദുവിലൂടെയും വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ, അപ്പൊ എ ക്യൂവിന്റെ മിഡ് പോയിന്റ് ആണ് പി. അപ്പോ ആർ മിഡ് പോയിന്റ് ആയതുകൊണ്ട് മിഡ് പോയിന്റിലൂടെ ഒരു വശത്തിന് പാരലൽ വരച്ചാൽ മൂന്നാമത്തെ സൈഡിന്റെയും മിഡ് പോയിന്റിലൂടെ കടന്നു പോകും. ദാറ്റ് ഈസ് P is the midpoint of AQ. P is the midpoint of AQ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? AP സമം PQ. അപ്പൊ AP equal to PQ എന്ന് നമുക്ക് കിട്ടി. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. അപ്പൊ ഒന്നുകൂടി മാഷ് പറയുന്നു, ത്രികോണം ABQ പരിഗണിച്ചു. ABQ പരിഗണിച്ചു. അതിൽ 6 മിഡ് പോയിന്റ് ആണ്. ഈ രണ്ട് വരകൾ പാരലൽ ആണ്. ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ മിഡ് പോയിന്റിലൂടെ മറ്റൊരു വശത്തിന് പാരലൽ വരച്ചാൽ മൂന്നാമത്തെ വശത്തിന്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകും. അതുകൊണ്ട് P is the midpoint of AQ. P is the midpoint of AQ means AP equal to PQ. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഏത് ട്രയാങ്കിൾ? ഇവിടെ നിന്ന് വരുന്ന ട്രയാങ്കിൾ ആരാണ്? സി ഡി പി. ഇങ്ങനെ ഒരു, അപ്പൊ നമ്മൾ ഇനി അടുത്ത ട്രയാങ്കിൾ എവിടെ നിന്ന് തുടങ്ങി? ഇതിൽ നിന്ന് തുടങ്ങി. ഏതാ ട്രയാങ്കിൾ? സി ഡി പി. സി ഡി പി എന്ന് പറയുന്ന ത്രികോണം പരിഗണിച്ചാൽ എസ് എന്ന് പറയുന്നത് ഒരു വശമായ ഡി സിയുടെ മധ്യബിന്ദു, മിഡ് പോയിന്റ് ആണ്. അപ്പോൾ എന്താ നമ്മൾ പഠിച്ച ആദ്യത്തെ ട്രയാങ്കിൾ ഡിവിഷനിൽ പഠിച്ച ഒരു തിയറം എന്താണ്? ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ മറ്റൊരു വശത്തിന് പാരലൽ ആയിട്ട്, അപ്പൊ ഇവിടെ നമുക്ക് ഡി പിയും എസ് ക്യൂവും പാരലൽ ആണ്. പാരലൽ ആയിട്ട് വരയ്ക്കുന്നവര മൂന്നാമത്തെ വശമായ പി സിയുടെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും. അപ്പൊ നമ്മള് ട്രയാങ്കിൾ സി ഡി പി പരിഗണിച്ചാൽ S is the midpoint. S ആരാണ്? മിഡ് പോയിന്റ് ആണ്. S മിഡ് പോയിന്റ് ആണ്. മാത്രമല്ല SQ parallel to DP. SQ സമാന്തരമാണ്. ആർക്ക് സമാന്തരമാണ്? DP ക്കാണ്. അതുകൊണ്ട് therefore എന്തെന്ന് പറയാൻ പറ്റും? Q PC യുടെ മിഡ് പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? Therefore Q is the midpoint of PC. Midpoint of PC. PC യുടെ മിഡ് പോയിന്റ് ആണ് Q എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? PQ equal to QC അല്ലേ? Therefore PQ equal to QC. അതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? AP equal to PQ. AP equal to PQ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? PQ equal to QC. ഈ ഒന്നും രണ്ടും കമ്പൈൻ ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AP equal to PQ equal to QC. AP equal to PQ equal to QC. ഇതാണ് നമ്മളോട് തെളിയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ABQ R മിഡ് പോയിന്റ് ആയതുകൊണ്ട് P യും മിഡ് പോയിന്റ് ആണ്. ഇനി ഇവിടെ നിന്ന് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. CDP S മിഡ് പോയിന്റ് ആയതുകൊണ്ട് Q മിഡ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് AP equal to PQ equal to QC എന്ന് കിട്ടും. അപ്പോൾ ഈ പാഠം ഇമ്പോർട്ടന്റ് ആണ്, നല്ലതുപോലെ പഠിക്കുക. ഇതിലെ ചിത്രം വരകൾ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ചിത്രം വര 100% 100% നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ പാഠഭാഗം പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.